ലോകരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത ഇന്ത്യയും മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വ്യക്തമാക്കുകയാണ് പാകിസ്ഥാനെതിരെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ആ രാജ്യത്തെ തന്നെ വേരോടെ പിഴുതെറിയുമെന്നാണ് നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സർദാരിയുടെ പരാമർശനം. യുദ്ധമുഖത്തു നിന്നും പിന്മാറി അർത്ഥവത്തായ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് സർദാരി പറഞ്ഞു. മേഖലകളിലെ സുരക്ഷയ്ക്ക് ചർച്ചകൾ മാത്രമാണ് ഏക പോംവഴിയെന്നും സമാധാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ താൻ യുദ്ധം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ഹൈഡ്രോ ടെററിസം, അതായത് ജലഭീകരവാദം എന്നാണ് സർദാരി വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജലപ്രവാഹത്തെ ഇന്ത്യ ആയുധമാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ജമ്മു സർക്കാരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ നയതന്ത്രപരവും ധാർമ്മികവുമായ പിന്തുണ തുടരുമെന്നും കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ദക്ഷിണേഷ്യയിൽ ശാശ്വത സമാധാനം അസാധ്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. പടിഞ്ഞാറൻ അതിർത്തിയിലെ ഭീകരവാദ ഭീഷണികളെക്കുറിച്ചും സർദാരി പ്രസംഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സാന്നിധ്യം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭ നൽകിയ റിപ്പോർട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയം അവഗണിച്ചാൽ ഏതൊരു രാജ്യവും ദുരന്തങ്ങൾക്ക് ഇരയായേക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ പാകിസ്ഥാൻ തന്ത്രശ്രമങ്ങൾ പരമാവധി ഉപയോഗിച്ചുവെന്നും പാകിസ്ഥാന്റെ മണ്ണ് പവിത്രമാണെന്നും സർദാരി പറഞ്ഞു. ഭീകര സംഘങ്ങളെ തടയുമെന്ന ദോഹ കരാറിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താലിബാൻ സർക്കാർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സമീപകാല റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സർദാരി പടിഞ്ഞാറോട്ട് ശ്രദ്ധ തിരിച്ചു. ഈ വിഷയം അവഗണിച്ചാൽ മറ്റേതൊരു രാജ്യവും മറ്റൊരു വിനാശകരമായ ആക്രമണത്തിന് ഇരയാകുമെന്നും ഈ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ സൈനികമായി വർദ്ധിക്കുന്നത് തടയാൻ പാകിസ്ഥാൻ നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ വ്യക്തമായി പറയട്ടെ, പാകിസ്ഥാന്റെ മണ്ണ് പവിത്രമാണ്. നമ്മുടെ സമാധാനം അസ്ഥിരപ്പെടുത്താൻ അയൽ പ്രദേശം ഉപയോഗിക്കാൻ ആഭ്യന്തരമോ വിദേശമോ ആയ ഒരു സ്ഥാപനത്തെയും ഞങ്ങൾ അനുവദിക്കില്ല. അഫ്ഗാൻ മണ്ണിൽ നിന്നും തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് തടയുന്നതിനുള്ള ദോഹ കരാർ പ്രകാരം നൽകിയ പ്രതിജ്ഞാബദ്ധതകൾ പാലിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാനിലെ യഥാർത്ഥ താലിബാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും സർദാരി ആരോപിച്ചു. അത്തരം ഗ്രൂപ്പുകളെ തകർക്കണമെന്നും മറ്റുള്ളവരുടെ അഭിലാഷങ്ങൾക്കായുള്ള യുദ്ധക്കളമായി അഫ്ഗാനിസ്ഥാനെ മാറ്റാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം കാബൂളിനോട് ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിൽ തുടർന്നു സംഘർഷത്തെ സർദാരി അപലപിക്കുകയും ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. UAE, ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. 1967 മുൻപുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി അൽ ഖുദ്സ്, അൽ ഷെരീഫ് തലസ്ഥാനമായി ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ പിന്തുണയും സർദാരി ആവർത്തിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.